ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ഇവിടെ വരുന്ന ആർക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആൽമരം വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ബിൽഡിങ്ങിലേക്ക് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ബസ് സ്റ്റാൻഡ് 1961 ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ സ്ഥാപിതമാവുന്നത്. ആ കാലഘട്ടത്തിലുള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ പിന്നിലായിട്ട് നമ്മൾ കാണുന്നത്. ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഇതുപോലെയുള്ള വികസന രാഹിത്യം എല്ലാ രംഗങ്ങളിലും ഇരിങ്ങാലക്കുടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റോഡുകളുടെ കാര്യത്തിലായാലും ഇതുപോലെയുള്ള ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ ഏത് രംഗം എടുത്തു കഴിഞ്ഞാലും, ആരോഗ്യരംഗം എടുത്തു കഴിഞ്ഞാലും ശരി, എല്ലാ മേഖലയിലും വികസനം മുരടിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിലാണ്. ഏകദേശം 1961 സ്ഥാപിതമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടം എന്ന് പറഞ്ഞാൽ 64 വർഷത്തെ പഴക്കമുണ്ട്. ഈ 64 വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബിൽഡിംഗ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൊരു പുതുക്കി ഒരു നിർമ്മാണത്തിനായിട്ടൊരു പരിപാടിയൊന്നും ഇത്രയും കാലമായിട്ട് ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇരിഞ്ഞാലക്കുട സ്വദേശികൾക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു കേട്ടോ? സതീഷ്. ചേട്ടാ ഇപ്പോൾ ഈ ഒരു ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ഏക ഒരു ബസ് സ്റ്റാൻഡാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നൊരു സ്റ്റാൻഡ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ ദയനീയ അവസ്ഥ ഇത് നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ മുന്നിലേക്ക് ഇതിന്റെ വിഷയങ്ങൾ വെച്ചിട്ടില്ല? ഈ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഈ ഇരിങ്ങാലക്കുടയിലെ പൊതുസമൂഹം തന്നെ പലതരത്തിൽ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിൽ ഈ ബസ് സ്റ്റാൻഡിന് ഏതാണ്ട് 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ പാരമ്പര്യമാണുള്ളത്. 60 വർഷത്തെ ഒരു വയസ്സാണ് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിനുള്ളത്. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ഇവിടെ വരുന്ന ആർക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആൽമരം വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ബിൽഡിങ്ങിലേക്ക് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ബസ് സ്റ്റാൻഡ് 1961 ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ സ്ഥാപിതമാവുന്നത്. ആ കാലഘട്ടത്തിലുള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ പിന്നിലായിട്ട് നമ്മൾ കാണുന്നത്. ഈ ബിൽഡിംഗ് സ്ഥാപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇവിടെ ടൂറിസ്റ്റ് ഹോമുകളായിട്ട് ധാരാളം മുറികൾ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ ആ മുറികളെല്ലാം തന്നെ രാഷ്ട്രീയക്കാർക്ക്, MLA മാർക്കൊക്കെയുള്ള ഓഫീസുകളായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ മാധ്യമങ്ങൾക്കുള്ള ഓഫീസുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ അന്ന് 1961 കാലഘട്ടത്തിൽ ഈ ബിൽഡിംഗ് പണിത കാലഘട്ടത്തിൽ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രം നമുക്കറിയാം, ഇവിടെ നാലമ്പല ദർശനമുണ്ട്. അതുപോലെ തന്നെ കൂടൽമാണിക്യ ഉത്സവ സംബന്ധമായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഈ ഒരു ചരിത്രപ്രസിദ്ധമായ ഈ ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്കായിട്ട് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കായിട്ട് താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1961 കാലഘട്ടത്തിൽ ഈ ബസ് സ്റ്റാൻഡിൽ ടൂറിസ്റ്റ് ഹോമുകൾ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് ആ ടൂറിസ്റ്റ് ഹോമുകളെല്ലാം തന്നെ മറ്റുള്ള ഈ പറയുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും മറ്റും കൈയടക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടുത്തെ യാത്രക്കാർക്ക്, കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും മുതിർന്നവരുമായിട്ടുള്ള യാത്രക്കാർക്ക് കാത്തിരിപ്പിടങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവർ നിൽക്കുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർക്ക് ഇരിക്കാൻ പോലുമുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അതേപോലെ ഇത്രയും അധികം പഴക്കമുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിന്റെ താഴെയാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. ആ ബസ്സുകൾ ഇത്രയും പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ താഴെ ബസ്സുകൾ പാർക്ക് ചെയ്യുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വം അതിനുണ്ട് എന്നുള്ളത് നഗരസഭ പഠിക്കാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നഗരസഭയുടെ ശ്രദ്ധയിൽ വരാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ മുൻപ് പറഞ്ഞ പോലെ ഏതാണ്ട് 20 വർഷമായിട്ട് UDF ഭരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഈ നഗരസഭ 1961 കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ഏതാണ്ട് 6 പതിറ്റാണ്ടുകൾ പൂർത്തിയായ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിങ്, ഇത്രയും മരം വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ശ്രദ്ധ പുലർത്തിയില്ല എന്ന് പറയുമ്പോൾ എന്തൊരു കെടുകാര്യസ്ഥതയാണെന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളില്ല. ഇപ്പോൾ ഇവിടെ പടിഞ്ഞാറ് വശത്തായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. 1998 റിനോവേഷൻ ചെയ്ത ഒരു ബിൽഡിംഗ് ആണ്. അതിനോട് ചേർന്നൊരു വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലുള്ള വാർദ്ധക്യമുള്ള ആൾക്കാർക്കും ഒന്നും അവിടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ശൗചാലയത്തിനോട് ചേർന്നുകൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കറിയാം, അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കണം, ആരും അത് ഉപയോഗിക്കുന്നില്ല. യഥാർത്ഥത്തിൽ
വിശ്രമ കേന്ദ്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു കാഴ്ചവസ്തു എന്ന രീതിയിലാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ആരും തന്നെ അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഇവിടെ മഴ നനയാതെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഏത് പ്രദേശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇത് കിഴക്ക് വശത്ത് നോക്കിയാലും പടിഞ്ഞാറ് വശത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 2 ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. പക്ഷേ ശരിയായ രീതിയിൽ മഴ നനയാതെ നിൽക്കാനുള്ള സൗകര്യമില്ല. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡ് പരിസരം മുഴുവൻ നിറഞ്ഞ് ഈ യാത്രക്കാർ നിൽക്കുന്ന പരിസരത്തേക്ക് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നഗരത്തിന്റെ ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡ്, അതിന്റെ ആ ബസ് കയറി വരുന്ന സ്ഥലം പോലും അപകടം നിറഞ്ഞ സ്ഥലമാണ്. കാരണം വളരെയധികം ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് ബസ് ഈ ബസ് സ്റ്റാൻഡിൽ ഉള്ളിലേക്ക് കയറി വരുന്നത്. എന്നാൽ ബസ് പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് വളരെയധികം വീതി കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ബസ് കടന്നു വരുന്ന ഭാഗത്താണ് നല്ല വീതിയിൽ ഇവിടെ എൻട്രൻസ് വേണ്ടത്. പക്ഷെ അതൊന്നും ആ കാര്യത്തിലും നഗരസഭയ്ക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. അപകടങ്ങൾ, ധാരാളം കുട്ടികളും മറ്റും ഈ കോളേജ് വിദ്യാർത്ഥികളും മറ്റും കടന്നു വരുന്നത് ഈ ഒരു എൻട്രൻസിൽ കൂടിയാണ്. അപ്പൊ ഈ ഒരു എൻട്രൻസിന് പ്രാധാന്യം കുറച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നിലുള്ള ബിൽഡിങ്, ആ ബിൽഡിങ് ഏത് സമയവും നിലംപൊത്താൻ സാധിക്കുന്ന രീതിയിലാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരിങ്ങാലക്കുട നഗരസഭയിലുള്ള ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും അടിയന്തരമായിട്ട് ഈ 6 പതിറ്റാണ്ട് പഴക്കമുള്ള ബിൽഡിങ് പുതുക്കി പണിയുകയും സുരക്ഷിതമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുകയും വേണമെന്നുള്ളതാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ MLA യുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഇരിങ്ങാലക്കുട നമ്മുടെ ഒരു മന്ത്രിയുള്ളതാണ്, മന്ത്രിയുടെ ഒരു മണ്ഡലം കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ MLA യുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള നിലപാട് ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ട് അറിയില്ല. MLA യുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഈ ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാതൊരു രീതിയിലുള്ള നിലപാടുകളും സ്വീകരിച്ചായിട്ട് ഇതുവരെ അറിവില്ല. നിലവിൽ എന്ത് വികസനമാണ് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ എടുത്തു പറയത്തക്ക ഒരു രീതിയിലുള്ള വികസനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. റോഡുകളുടെ ശോച്യാവസ്ഥ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഈ ബസ് സ്റ്റാൻഡിന്റെ മുൻവശം തന്നെ നോക്കിയാൽ നമുക്കറിയാവുന്നതാണ്. ധാരാളം വാഹനങ്ങൾ അവിടെ വന്നിട്ട് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള റോഡുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ബൈപ്പാസ് റോഡ്, അത് ടാർ മുഴുവൻ ഇളകിയിട്ട് മണ്ണായി, പഴയ മണ്ണ് റോഡ് പോലെ ആയിട്ടുണ്ട്. എന്നിട്ട് പോലും അത് നവീകരിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെയും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇരിങ്ങാലക്കുട ടൗൺ പരിസരത്തുള്ള എല്ലാ റോഡുകളും തന്നെ വളരെയധികം യാത്രയ്ക്ക് അനുയോജ്യമായുള്ള സാഹചര്യത്തിലേ അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഈ പറയുന്ന മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്താണ്. ആ ഭാഗത്തു കൂടി മന്ത്രി യാത്ര ചെയ്യുമ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇരിങ്ങാലക്കുട ടൗൺ പരിസരത്തുള്ള റോഡുകൾ ഒക്കെ വളരെ നല്ല ഒരു പുരോഗതി ഉണ്ടാകുമായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല, ഉണ്ടാകുന്നില്ല. ഇത് വരാനിരിക്കുന്ന ഈ ഒരു ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ നിലവിലൊരു സാഹചര്യത്തിൽ? കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരേ ഭരണസമിതി തന്നെയാണല്ലോ, അല്ലെങ്കിൽ UDF തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഒരു മാറ്റത്തിനുള്ള സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഇതുപോലെയുള്ള വികസന രാഹിത്യം എല്ലാ രംഗങ്ങളിലും ഇരിങ്ങാലക്കുടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റോഡുകളുടെ കാര്യത്തിലായാലും ഇതുപോലുള്ള ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ ഏത് രംഗം എടുത്തു കഴിഞ്ഞാലും, ആരോഗ്യരംഗം എടുത്തു കഴിഞ്ഞാലും ശരി, എല്ലാ മേഖലയിലും വികസനം മുരടിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നഗരസഭയിൽ UDF 20 വർഷമായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിലും ആ ഭരണത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻ നമുക്ക് ഇരിങ്ങാലക്കുട എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. പക്ഷെ ആ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രയോജനകരമായ രീതിയിൽ ആ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ രാത്രി കാലങ്ങളിൽ നമുക്കറിയാം ഈ ബിൽഡിങ്ങിൽ തന്നെ, ഈ പഴയ ബിൽഡിങ്ങിൽ തന്നെ മുകൾ ഭാഗത്തേക്ക് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും കടന്നു പോകാവുന്നൊരു സാഹചര്യമുണ്ട്. അത് അടച്ചിടാനുള്ള സൗകര്യങ്ങൾ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ളവരുടെയൊക്കെ താവളങ്ങളായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ഈ ബസ് സ്റ്റാൻഡിന്റെ പഴയ ബിൽഡിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരത്തിനായിട്ടുള്ള ഒരു നടപടി ഇത്രയും കാലമായിട്ട് UDF ചെയ്തിട്ടില്ല അല്ലേ? ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ല. ഈ ബസ്
ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം 61 മുതലുള്ള ഈ കെട്ടിടം ഈ രീതിയിലാണെങ്കിൽ ഇത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ മുഴുവൻ ഒരു പ്രതീകമായിട്ടാണ്, വികസന മുരടിപ്പിന്റെ പ്രതീകമായിട്ടാണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത്.